ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ചാലഞ്ച് അതെവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ചാലഞ്ചുകൾ, ഭാവിയിൽ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ട ചാലഞ്ചുകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത് അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നത് നോളജ് ഫ്രം DNA സീക്വൻസ്. ഹ്യൂമൻ ജീനോമിലൂടെ നമ്മൾക്ക് ആ DNA സീക്വൻസുകളെ കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് റിസർച്ച് ഏരിയയിൽ ഇപ്പം നമ്മുടെ കമ്മിങ് ഡിക്കേഡിൽ വരുന്ന ഡിക്കേഡുകളിലൊക്കെ ദശാബ്ദങ്ങളിലൊക്കെ നമുക്ക് എന്താ ഈ DNA സീക്വൻസുകളുടെ അറിവുകൾ റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനിയും ഇൻഫർമേഷൻ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. സോ ഈ DNA സീക്വൻസുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് റിസർച്ചിൽ അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടി? ടു അണ്ടർസ്റ്റാൻഡ് ബയോളജിക്കൽ സിസ്റ്റം. അതുവഴി നമുക്ക് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. രണ്ടാമത്തത്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ റിസർച്ച് വർക്കിനും ഈ DNA സീക്വൻസുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിൻ്റെ ആ പൊസിഷൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ബയോളജിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് ഒരു പൂർണ്ണമായൊരു പരമാവധി ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സഹായിക്കുമെന്ന് പറഞ്ഞു. സോ അതിനുവേണ്ടി ഒരുപാട് നമ്മുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെർട്ടൈസിൻ്റെ വേരിയസ് ഡിസിപ്ലിനിലുള്ള സയൻറ്റിസ്റ്റുകളുടെ, അതായത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതൊരു ഫ്യൂച്ചർ ചാലഞ്ചാണ്. അത്രയും എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ള ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇതിനെ യൂസ് ചെയ്യാനും റിസർച്ച് ഏരിയയിൽ വർക്കൗട്ട് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ സാധ്യതകൾ പറയാനുമുള്ള അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, എല്ലാ ഡിസിപ്ലിനിലുള്ള എല്ലാ സയൻറ്റിസ്റ്റിനെയും നമുക്ക് ആവശ്യമുണ്ട്. അതൊരു ചാലഞ്ചാണ്. ഇതുപോലെ തന്നെ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഒരു ന്യൂ അപ്രോച്ചാണ് ബയോളജിക്കൽ റിസർച്ചിന് ഒരു പുതിയ മുഖം തന്നെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് തന്നത്. സോ എനേബിൾ ന്യൂ അപ്രോച്ച് ടു ഒരു റെവല്യൂഷണറി വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ ബയോളജിക്കൽ റിസർച്ചിൽ ഈ പറഞ്ഞ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കൊണ്ടുവന്നു. പിന്നെ വിത്ത് ഹോൾ ജീനോം സീക്വൻസ്, മുമ്പത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ ചെയ്തിരുന്നത് ഒരേ സമയം 1-2 ജീനുകളെ കുറിച്ച് മാത്രമേ അവർക്ക് അറ്റ് എ ടൈം പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ജീനുകളെക്കുറിച്ചുള്ള സീക്വൻസിങ്ങും അതിൻ്റെ അനോട്ടേഷനും അലൈൻമെൻറ്റുമാണ് നമ്മൾ പഠിച്ചത്. സോ ആ ഹോൾ ജീനോം സീക്വൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ലീഡ് ടു ക്യാൻ അപ്രോച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്യാൻ സ്റ്റഡി ഓൾ ദ ജീൻസ് ഇൻ എ ജീനോം. അപ്പോൾ എല്ലാ ജീനോമുകളെ കുറിച്ചുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള പോലെയല്ല, 1-2 ജീൻ പഠിക്കുന്ന പോലെയല്ല. അതിന് ശേഷം ഒരുപാട് ജീനുകളുണ്ട്. എല്ലാ ജീനുകളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എന്ത് സഹായിക്കും? ക്യാൻ അപ്രോച്ച്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയും നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ക്യാൻ സ്റ്റഡി ഓൾ ദ ജീൻസിനെ, ഒരു ജീനോമിലുള്ള എല്ലാ ജീനുകളെക്കുറിച്ച് പഠിക്കാനും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓൾ ദ ട്രാൻസ്ക്രിപ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ടിഷ്യൂ, നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഒരു ട്യൂമർ വരികയാണെന്ന് നിൽക്കുക, അതിനെക്കുറിച്ച് ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ടിഷ്യൂവിനെ കുറിച്ചോ ഓർഗനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷനുള്ള ട്യൂമറിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചുള്ളൊക്കെ ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ എന്തിലും നമ്മൾക്കറിയാം സെൻട്രൽ ഡോഗ്മ, DNA അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ RNA ആയിട്ട് മാറുന്നു, RNA പ്രോട്ടീനായിട്ട് മാറുന്നു. സോ അവിടെ ഫോം ചെയ്യുന്ന ആദ്യത്തെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുള്ള സാധനമാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഓൾ ദ ട്രാൻസ്ക്രിപ്റ്റ്. ഈ ടിഷ്യൂ ആണെങ്കിലും ഓർഗൻ ആണെങ്കിലും ട്യൂമർ പോലെയുള്ളതാണെങ്കിലും അവിടെ വരുന്ന ട്രാൻസ്ക്രിപ്റ്റുകളിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ടിഷ്യൂ ആയിട്ട് മാറുന്നത്, എങ്ങനെയാണ് ഒരു ഓർഗനായിട്ട് മാറുന്നത്, എങ്ങനെയാണ് ഒരു ട്യൂമർ ഡെവലപ്പ് ചെയ്യണത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ അതും ആയി മാറണമെങ്കിൽ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ജീൻസ്, എത്രമാത്രം 100 മുതൽ അല്ല ആയിരക്കണക്കിന് ജീനുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീനുകളോ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടീനുകളും ജീനുകളും എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇൻ്റർ കണക്റ്റഡ് ഒരു നെറ്റ്വർക്ക് പോലെ നമ്മുടെ ബോഡിയിൽ നിലകൊള്ളുന്നത്. സോ ഈ ജീനുകൾ എങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഓർഗൻ അല്ലെങ്കിൽ ട്യൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കെമിസ്ട്രി ഓഫ് ലൈഫ് എങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കെമിസ്ട്രി അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവാനായിട്ട് ഒരുപാട് സഹായിച്ചതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്.